ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തേത് എൻ്റെ ഓഫീസിലെ ഓണം സെലിബ്രേഷനാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയ ഉടനെ തന്നെ ഒരു ഓണം എന്നൊക്കെ പറയുമ്പോൾ ഫസ്റ്റ് എന്താ അത്തപ്പൂക്കളമാണ്. സോ നമ്മൾ ആദ്യം പോയ ഉടനെ അത്തപ്പൂക്കളം ഇട്ടു. അത് കഴിഞ്ഞ് നേരെ തിരുവാതിരയിലേക്കാണ് കേട്ടോ പോയത്. നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റുഡൻസ് ഒരു നല്ലൊരു തിരുവാതിരയൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു തിരുവാതിരയുടെ സോങ് ഇടാത്തത് അറിയാലോ, കോപ്പി റൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് ആ ഒരു സോങ് കാര്യങ്ങളൊന്നും ഇടാത്തത്. അങ്ങനെ ഈ ഒരു തിരുവാതിര കഴിഞ്ഞ് നേരെ പോയിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റാഫിൻ്റെ, നമ്മുടെ IPCS ക്ലബ്ബ് ട്രിവാൻഡ്രത്തെ എല്ലാ സ്റ്റാഫും കൂടി ചേർന്നൊരു ഗ്രൂപ്പ് സോങ് ആണ് കേട്ടോ. ഇത് നമ്മളിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓണം ബാങ്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോങ്ങാണ്. ഓണം ബാങ്കറിൽ ആ ഒരു പാട്ടാണ് ഞങ്ങൾ പാടിയിട്ടുണ്ടായിരുന്നത്. അതും ഇടാത്ത സെയിം കാരണം കൊണ്ട് തന്നെയാണ് കേട്ടോ, കോപ്പി റൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. സോ നമ്മൾ വിത്ത് ഡാൻസോടുകൂടെയൊക്കെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. സ്റ്റുഡൻസിൻ്റെ നല്ലൊരു ആംബിയൻസ് ഞങ്ങൾക്കുണ്ടായിരുന്നു. ഭയങ്കര ഒരു വൈബായിട്ടുള്ളൊരു ഓണം തന്നെയായിരുന്നു കേട്ടോ ഇതെന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ഗ്രൂപ്പ് സോങ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിൽ നവമി എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ സിംഗിൾ ഡാൻസ് ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. എല്ലാ ഓരോ സ്റ്റുഡൻസോടെ പ്രോഗ്രാംസ് അവിടെ നമ്മൾ നോർമലി അവിടെ വരുന്നു, പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ പഠിക്കുന്നു, പോകുന്നു, ആ ഒരു ഇത് മാത്രം. പക്ഷേ ഈ ഒരു ഇങ്ങനെ ഒരു യൂണിറ്റ് വരുമ്പോഴാണ് എന്താണ് അവരുടെ കഴിവെന്നൊക്കെ ഉള്ളത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങളുടെ സ്റ്റാഫിൻ്റെ IT രണ്ട് സ്റ്റാഫിൻ്റെ ഒരു ഗ്രൂപ്പ് ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രോഗ്രാംസ് എല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, സ്റ്റുഡൻസ് നല്ല രീതിക്ക് തന്നെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാ സ്റ്റുഡൻസും ഭയങ്കര രീതിക്ക് ഹാപ്പി ആയിരുന്നു. ഭയങ്കര ഒരു വൈബായിട്ടുള്ള ഇതൊക്കെ തന്നെയായിരുന്നു. പിന്നെ ആ ഒരു പെർഫോമൻസ് കഴിഞ്ഞ തന്നെ നമ്മൾ സ്റ്റുഡൻസിനായിട്ട് ഗെയിമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഫസ്റ്റ് നമ്മൾ ബിസ്ക്കറ്റ് അടി മത്സരമായിരുന്നു. അപ്പം സ്റ്റുഡൻസിനായിട്ട് ബിസ്ക്കറ്റ് അടി മത്സരത്തിന് വേണ്ടിയിട്ടുള്ള ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ ഇത്. അപ്പം അത് ആ നൂലിലൊക്കെ കെട്ടി അതൊക്കെ ഫുള്ള് സെറ്റ് ചെയ്യുന്ന ഒരു ഇതായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ആ ഒരു ബിസ്ക്കറ്റ് അടി മത്സരത്തിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ 2 സെക്ഷൻസ് ആയിട്ടാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ സെക്ഷനിൽ ഒരു 3 ബോയ്സും 2 ഗേൾസും, അടുത്ത സെക്ഷനിൽ ഫുൾ ബോയ്സും അങ്ങനെയായിരുന്നു. അപ്പം ഫസ്റ്റത്തെ ഒരാൾ ജയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിർത്തി. അതേ സെക്കൻഡ് സെക്ഷനിൽ ഒരാൾ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗെയിമുകളെയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോയിട്ടുണ്ടായിരുന്നത്, ഇപ്പോൾ ഓണമൊക്കെ ആകുമ്പോൾ നിങ്ങളിപ്പോൾ അത്തപ്പൂക്കളം കണ്ടു, തിരുവാതിര കണ്ടു, ഗെയിംസ് കണ്ടു, ഇപ്പോൾ ഇതെല്ലാം കണ്ടു. സോ അടുത്ത് നിങ്ങൾ ആരായിരിക്കും കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നു? ഓണം ആകുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു ആളെന്ന് പറയുന്നത് ആരായിരിക്കും? മാവേലി. യെസ്, മാവേലിയുടെ എൻട്രി ആയിരുന്നു കേട്ടോ. നല്ല DJ ഒരു സോങ് ഇട്ടുകൊണ്ട് തന്നെ നമ്മൾ മാവേലിക്ക് എൻട്രി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സോങ് ഇടാത്തതും സെയിം ഇഷ്യൂ കാരണം കാണാം കേട്ടോ. അങ്ങനെ ന്യൂജൻ മാവേലി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ മാവേലി ഉണ്ടായിരുന്നു, വാമനനും ഉണ്ടായിരുന്നു. സോ രണ്ടുപേരെയും സ്റ്റേജിലേക്ക് എൻട്രി ആയിട്ടുള്ളൊരു ടൈമായിരുന്നു ഇത്. അങ്ങനെ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ മാവേലിക്ക്. സോ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മാവേലിയുടെ അടുത്ത് പുഷപ്പ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് പുഷപ്പ് എടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വാമനൻ മറ്റേ ബോക്സിങ്ങിൻ്റെ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ബോക്സിങ്ങിൻ്റെ ആ ഒരു ഇതൊക്കെ അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇത് നമ്മുടെ ഓട്ടോമേഷനിലെ സ്റ്റുഡൻസിൻ്റെ അടിപൊളി ഡാൻസാണ്. ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. കാരണം നമ്മൾ അവിടെ വന്ന സ്റ്റുഡൻസ് പഠിക്കുന്നു പോകുന്ന ആ ഒരു ഇത് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. പക്ഷേ ഈ ഒരു ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് അവരുടെ കഴിവ്, അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു ടാലൻ്റ് ഉണ്ടെന്നൊക്കെ ഞങ്ങൾ തിരിച്ചറിയുന്നത്. സോ ഭയങ്കര രീതിക്ക് വൈബായിട്ടുള്ളൊരു ഡാൻസ് ആയിരുന്നു കേട്ടോ. ഇതിൻ്റെയൊക്കെ സോങ് ഇടണം എന്നുണ്ടായിരുന്നു, ബട്ട് അത് തന്നെയാണ് കാരണമായതുകൊണ്ട്, കോപ്പി റൈറ്റ് കാരണമായതുകൊണ്ടാണ് കേട്ടോ. ഭയങ്കര പൊള്ളിയായിട്ടുള്ള ഡാൻസായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡാൻസായിരുന്നു കേട്ടോ ഇതെന്ന് പറയുന്നത്. ഒരുപാട് പിള്ളേരുടെ ഡാൻസ് ഉണ്ടായിരുന്നു, എങ്കിലും ഈ ഒരു ഗ്രൂപ്പ് ഡാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരെണ്ണമായിരുന്നു കേട്ടോ. അവരുടെ ആ ഒരു എനർജിയും സ്റ്റുഡൻസിന് ബാക്കി ഓഡിയൻസിന് കൊടുത്ത ആ ഒരു വൈബ് കാര്യങ്ങളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഡാൻസായിരുന്നു. ഫസ്റ്റ് ഒരു ഗ്രൂപ്പ് ഡാൻസ് എന്നുള്ളതിൽ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനിയും പെർഫോമൻസ് ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ബാക്കി എന്താണെന്നുള്ളതും കൂടെ നോക്കാം. അങ്ങനെ എനിക്കിതിൻ്റെ സോങ് ഇടണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആക്ച്വലി ഞാൻ ഈ ഒരു വീഡിയോ ആദ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോപ്പിറൈറ്റ് വന്നപ്പോൾ ഞാൻ വീണ്ടും ഡിലീറ്റ് ചെയ്തിട്ടാണ് ഇത് ഫുള്ളി ഞാൻ ഓൺ വോയിസ് ഇടുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഈ ഒരു ഗ്രൂപ്പ് ഡാൻസിന് ഇതെനിക്ക് ഒന്നാം തുമ്പി ആ ഒരു സോങ് ആണെന്ന് തോന്നുന്നു ഇത് അവർ കളിക്കുന്നത്. കാരണം ഒരുപാട് ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് മിക്സപ്പ് സോങ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അവർ നമ്മുടെ മോനിക്ക ആ സോങ്ങൊക്കെ ഉണ്ടായിരുന്നു. സോ ഭയങ്കര ഒരു വൈബായിട്ടുള്ളൊരു പ്രോഗ്രാമായിരുന്നു ഇത്. എനിക്ക് എടുത്ത് പറയേണ്ട ഒരു പ്രോഗ്രാം, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട പ്രോഗ്രാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഇതിനെ പറയുന്നത്. സോ അങ്ങനെ ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് സ്റ്റുഡൻസ് ഈ ഒരു ഡാൻസ് പ്രോഗ്രാം നടക്കുമ്പോൾ തന്നെ, സ്റ്റേജിൽ ഈ ഒരു ഡാൻസ് പ്രോഗ്രാം നടക്കുമ്പോൾ സ്റ്റുഡൻസ് ബാക്കിൽ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. സോ അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഒരു മെമ്മറീസാണ്. നമ്മൾ കോളേജിൽ യൂത്ത് ഹോസ്റ്റൽ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ആയിക്കോട്ടെ, സ്കൂളിൽ നടക്കുമ്പോൾ ആയിക്കോട്ടെ, ഞാൻ ഇതുപോലെയൊക്കെ ആയിരുന്നു കേട്ടോ. ഫ്രണ്ടിൽ അല്ലെങ്കിൽ സ്റ്റേജിൽ ഇതുപോലെ മത്സരം നടക്കുമ്പോൾ ഞങ്ങൾ ബാക്കിൽ നിന്ന് ഇതുപോലെ ഡാൻസൊക്കെ കളിക്കുന്ന അതിൽ ഞാനുണ്ടായിരുന്നു. സോ എനിക്ക് ഭയങ്കര ഒരു മെമ്മറി ആയിരുന്നു ഈ ഒരു ഓണം എന്ന് പറഞ്ഞാൽ. ഭയങ്കര വൈബ് തന്നെ. സ്റ്റുഡൻസും സ്റ്റാഫ്സും എല്ലാവരും കൂടെ ഒരുമിച്ച്
ഭയങ്കര രീതിക്ക് വൈബായിട്ടുള്ളൊരു ഓണം തന്നെയായിരുന്നു ഇത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അത് ആ ഒരു സ്റ്റേജിനെ ഇളക്കി മറിച്ചുകൊണ്ട് തന്നെയാണ് അവർ ഡാൻസ് കളിക്കുന്നത്. അവരുടെ ആ ഒരു എനർജി കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ഓഡിയൻസിനും ഉണ്ടായിരുന്നു. സോ എനിക്ക് ഭയങ്കര ഒത്തിരി ഇഷ്ടപ്പെട്ട് ഈ ഒരു ഓണം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഓണം എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഡാൻസ് മാത്രമായാൽ എങ്ങനെ ശരിയാവും എന്നുള്ള ഇതിൽ ഞങ്ങൾ എന്ത് ചെയ്തു, ഈ ഒരു ഗ്രൂപ്പ് ഡാൻസ് കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു ഗ്രൂപ്പ് സോങ്ങിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ അവിടുത്തെ എംബഡഡിലെ സ്റ്റുഡൻസിൻ്റെ ഒരു ഗ്രൂപ്പ് സോങ് ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ഗ്രൂപ്പ് സോങ്ങിൻ്റെ ചെറിയൊരു വിഷ്വലും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതായിരുന്നു ആ ഒരു ഗ്രൂപ്പ് സോങ് എന്ന് പറയുന്നത്. ഈ ഒരു ഗ്രൂപ്പ് സോങ് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് സ്റ്റുഡൻസിൻ്റെ കസേര കളിയിലേക്കാണ്, മ്യൂസിക്കൽ ചെയറിലേക്കായിരുന്നു. അപ്പോൾ ഈ ഒരു മ്യൂസിക്കൽ ചെയറിന് വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിരുന്നു. ഞങ്ങൾ പാട്ടിട്ട് കൊടുക്കും, അതനുസരിച്ചിട്ട് അവർ കളിക്കുന്ന ഒരു ഇതായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ഒരു മ്യൂസിക്കൽ ചെയറിൻ്റെ എല്ലാ പോർഷൻസും എടുത്തിട്ടില്ല. ഇത് സ്റ്റാർട്ടിങ് ഒരു പോർഷനായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് ഔട്ടാവുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ലാസ്റ്റത്തെ ഒരു ഫൈനലിൻ്റെ ഇത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ലാസ്റ്റ് ഫൈനൽ എന്ന് പറയുന്നത്. ഇതിൽ ജയിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ഗേളായിരുന്നു കേട്ടോ. പേര് സഞ്ജന എന്നായിരുന്നു. അങ്ങനെ ഈ ഒരു ഇതൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ മാവേലിയുടെ കൂടെ 2 ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇത് ഞങ്ങളുടെ ഒരു സ്റ്റാഫിൻ്റെ, ഈ 2 പേരും ഞങ്ങളുടെ സ്റ്റാഫാണ്. ഈ 2 സ്റ്റാഫിൻ്റെയും ഡിബേറ്റ് സോങ് ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു ഡുവറ്റ് സോങ് കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത് വീണ്ടും സ്റ്റുഡൻസ്, അപ്പോഴും ആ നമ്മുടെ സ്റ്റാഫ് ആയിക്കോട്ടെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ സ്റ്റേജിൽ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭയങ്കര വൈബിൽ ബാക്ക് ചെയ്യുന്ന അവർക്ക് വൈബ് കൊടുക്കുന്നുണ്ട്. അപ്പം ഓഡിയൻസിൻ്റെ വൈബ് ഉണ്ടെങ്കിൽ സ്റ്റേജിൽ നിൽക്കുന്നവർക്ക് കുറച്ചും കൂടെ എനർജി ആവും. അപ്പോൾ ആ ഒരു ലെവലായിരുന്നു. അതിന് വീണ്ടും ഇത് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലെ സ്റ്റുഡൻസ് കളിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു കേട്ടോ. ഭയങ്കര എല്ലാ സ്റ്റുഡൻസും സെലക്ട് ചെയ്തിട്ടിരുന്ന പാട്ടെന്ന് പറയുന്നത് ഭയങ്കര വൈബുള്ളതാണ്. അത് എടുത്ത് പറയേണ്ടതാണ്. കാരണം എല്ലാവരും ഉറക്കം തൂങ്ങി അങ്ങനെ ഇരിക്കുന്ന ഇതൊന്നും ആയിരുന്നില്ല. എല്ലാവർക്കും ഭയങ്കര എനർജറ്റിക് കൊടുക്കുന്ന പാട്ട്, സോങ് സെലക്ഷൻസ് ആയിരുന്നു എല്ലാ സ്റ്റുഡൻസും എടുത്തിരുന്നത്. അങ്ങനെ ആ ഒരു ഗ്രൂപ്പ് ഡാൻസ് കഴിഞ്ഞ ഉടനെ അടുത്ത ഗെയിമിലേക്ക് കുടം അടി എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഗെയിമിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഒരാൾക്ക് 2 ചാൻസ് വെച്ചിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കുടമടി, ഇത് നമ്മളൊരു സ്റ്റുഡൻറ്റ്, ഇതൊരു സ്റ്റാഫാണ്. 2 പേരും വേറെ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് ക്ലിപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഈ ഒരു കുടമടിയിൽ ഈ ഒരു കുടം അടിച്ച് പൊട്ടിച്ചു സ്റ്റാഫ്. സ്റ്റുഡൻസിൻ്റെ ഒരു സ്റ്റുഡൻറ്റ് വന്നിട്ട് ആ ഒരു ക്ലിപ്പിംഗ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് നമ്മുടെ ഒരു സ്റ്റാഫായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അവിടെ പിള്ളേർ പറഞ്ഞു കൊടുക്കുന്ന റൈറ്റ് ലെഫ്റ്റ് അതൊക്കെ കേട്ടിട്ടാണ് അടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ലാസ്റ്റ് അത് അടിച്ച് പൊട്ടിക്കുന്ന ഒരു സീനുണ്ട്, അത് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ലാസ്റ്റ് സ്റ്റുഡൻസ് എല്ലാവരും കൂടെ മാവേലിയുടെ കൂടെ നാർപ്പോ ഇറോയോ എന്നൊക്കെ വിളിച്ചിട്ട് അങ്ങനെ ആ ഒരു ഇതായിരുന്നു. പിന്നെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് എല്ലാവരും വിചാരിക്കും ഇനി അടുത്ത് എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കും. അപ്പോൾ ഞങ്ങൾ വീണ്ടും സ്റ്റുഡൻസിന് ആ ഒരു എനർജി, ആ ഒരു ഡേ ഫുള്ള് സ്റ്റുഡൻസിനെ എനർജറ്റിക് ആക്കാൻ വേണ്ടി ഞങ്ങൾ വീണ്ടും ഒരു ഗ്രൂപ്പ് ഡാൻസിലേക്കായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മുടെ ഓട്ടോമേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ സ്റ്റുഡൻസ് അവതരിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് ഇതിൻ്റെ സോങ് സ്റ്റാർട്ടിങ് വന്നിട്ട് ആലായ തറവേണം, ആ ഒരു സോങ് ആയിരുന്നു. നല്ല രീതിക്ക് അവർ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ക്യൂനിലെ പാട്ടൊക്കെ ഉണ്ട്, പൊടി പാറുന്ന ആ ഒരു സോങ്സൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര വൈബായിട്ടുള്ള ഡാൻസ് ആയിരുന്നു ഇതും കേട്ടോ. അവർ നല്ല രീതിക്ക് തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഈ ഒരു ഡാൻസിൻ്റെ ഒരു എനർജി ഇതാ ബാക്കിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. സ്റ്റുഡൻസ് എന്തുമാത്രം എൻജോയ്മെൻറ്റ് ചെയ്തു എന്നുള്ളത്. സോ അങ്ങനെ ഭയങ്കര ഒരു മെമ്മറീസ് അല്ലെങ്കിൽ ഭയങ്കര ഒരു എൻജോയ്മെൻറ്റ്, ഹാപ്പിനെസ് ഒക്കെ ഉള്ളൊരു ഓണം തന്നെയായിരുന്നു ഈ ഒരു 2025 എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ ഓണത്തിനെയും കാട്ടിയും എന്തുകൊണ്ടും എനിക്ക് ബെറ്റർ ആയിട്ടുള്ളത് ഈ ഒരു ഓണം തന്നെയായിരുന്നു. സോ ആ ഒരു ഡാൻസ് പെർഫോമൻസ് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ സ്റ്റാഫിൻ്റെ ഒരു സോളോ സോങ് ആയിരുന്നു കേട്ടോ. ഈ ഒരു സോളോ സോങ് കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത് വീണ്ടും ഇത് നമ്മുടെ IT ഡിപ്പാർട്ട്മെൻറ്റിൽ ജോബിൻ ആൻഡ് ടീം അവതരിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു ഗ്രൂപ്പ് ഡാൻസിനെ പറ്റിയിട്ട് ഞാൻ പറയാമെന്നുണ്ടെങ്കിൽ, ഈ ഒരു ഗ്രൂപ്പ് ഡാൻസ് സ്റ്റുഡൻസ് അവിടെ റിഹേഴ്സൽ നടത്തിക്കൊണ്ടിരുന്ന സമയം മുതൽ ഞാൻ കാണണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു ഇത്. കാരണം കണ്ട സ്റ്റുഡൻസ് ആയിക്കോട്ടെ സ്റ്റാഫ്സ് ആയിക്കോട്ടെ അവരെല്ലാവരും പറഞ്ഞിരുന്ന ഒരു റിവ്യൂ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, പൊളി ഡാൻസാണ് എന്നുള്ള ഇത്. സോ അങ്ങനെ എനിക്ക് ഭയങ്കര മോസ്റ്റ് വെയിറ്റിംഗ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു ഇതെന്ന് പറയുന്നത് കേട്ടോ. സോ പക്ഷേ ഇതിലെ ട്വിസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇത് കാണാൻ വേണ്ടി ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു അവിടെ. ഇതിൻ്റെ കുറച്ച് പോർഷൻസ് മാത്രമേ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു സ്റ്റുഡൻസിൻ്റെ ഫുള്ളായിട്ടുള്ള പെർഫോമൻസ് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിലെനിക്ക് സങ്കടമുണ്ട്. കാരണം ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് എമർജൻസി വന്നിട്ട് എനിക്ക് പോവേണ്ടി വന്നതുകൊണ്ട് ജസ്റ്റ് ഒരു മിസ്സിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു സോങ്സിൻ്റെ ഡാൻസിൻ്റെ ക്ലിപ്പിങ്സ് എനിക്ക് ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതിലെനിക്ക് പറയാൻ പറ്റുന്നതെന്നറിയോ, കാത്തിരുന്നിട്ടും പക്ഷെ അത് എൻ്റെ ബലം കാണാൻ പറ്റിയില്ല എന്നുള്ള ഒരു ഇതെനിക്കുണ്ട്. പക്ഷേ ഇതിൻ്റെ ക്ലിപ്പിങ്സ് മറ്റേ ഫുൾ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നമ്മുടെ വേറെ സ്റ്റുഡൻസും സ്റ്റാഫ്സൊക്കെ അവരുടെ പ്രോഗ്രാമിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്കിതിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ, ആ ഒരു ഓട്ടോമേഷനിലെ പ്രണവ് ആൻഡ് ടീം അവതരിപ്പിച്ച അതേ സെയിം എനർജി
അല്ലെങ്കിൽ എന്താ പറയുക, എനിക്ക് അതേപോലെ ഒരു വൈബ് കിട്ടിയ ഡാൻസ് ആയിരുന്നു അതെന്ന് പറയുന്നത്. അതിൽ എന്നിട്ട് ആ ഒരു ഫുൾ ഡാൻസ് പെർഫോമൻസും അതിലിപ്പോൾ ഗേൾസ് മാത്രം കളിക്കുന്ന പോർഷൻസാണ് കേട്ടോ ഇത്. ലാസ്റ്റ് അവർ വീണ്ടും ഒരുമിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര, ഞാൻ പറഞ്ഞില്ല, ഒരു മോസ്റ്റ് വെയിറ്റിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ എന്തുകൊണ്ടും എനിക്കത് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇടയ്ക്ക്. ബട്ട് ഞാൻ വീഡിയോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. സോ എനിക്ക് വീണ്ടും സ്റ്റേജിന് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസിനെയൊക്കെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള ഒരു അടിപൊളി ഡാൻസ് ആയിരുന്നു ഈ ഒരു IT ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ പറഞ്ഞില്ല, സ്റ്റുഡൻസിൻ്റെ ഒരു കഴിവൊക്കെ ഇതുപോലെ എനിക്ക് പറയാനുള്ളത്, ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ഇതുപോലെ സ്റ്റുഡൻസിനെ റിലേറ്റ് ചെയ്ത് പ്രോഗ്രാംസൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും എന്നുള്ളൊരു ഐഡിയ എനിക്ക് പോയിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ ഭയങ്കര ഒരു വൈബായിട്ടുള്ള ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു. ഇവരും ആ ഒരു മോനിക്ക എന്ന് പറയുന്നൊരു സോങ് കളിച്ചിട്ടുണ്ടായിരുന്നു. സൂപ്പർ. ഇത് കളറുമ്പോൾ നിങ്ങൾ ശരിക്കും തീർന്നു. പക്ഷേ ഈ ഒരു സോങ് അവിടെ സ്റ്റോപ്പായിട്ട് വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവർ വീണ്ടും ഡാൻസ് കളിക്കുന്ന ആ ഒരു ഇതായിരുന്നു. ഓഡിയൻസിനെയൊക്കെ സ്റ്റേജിൽ കയറ്റാൻ വേണ്ടി അവർ നോക്കി, പക്ഷെ പറ്റിയിട്ടുണ്ടായിരുന്നു. ആരും വന്നിട്ട് ബാക്കിൽ നിന്ന് അവരെല്ലാവരും കളിച്ചിട്ട് ആ ഒരു ഇതായിരുന്നു. സോ ഭയങ്കര എനിക്കിഷ്ടപ്പെട്ടു. ഇത് വീണ്ടും IT ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ 4 ഗേൾസ് നിന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു കേട്ടോ. ഇത് ആ ഒരു മെലഡിക്കൽ അല്ലെങ്കിൽ ഒരു എനർജറ്റിക് പെർഫോമൻസ് ഒക്കെ തന്നെയായിരുന്നു. പക്ഷെ ഒരു എന്തോ ഒരു മെലഡി പോലത്തെയൊക്കെ സോങ്സ് ആയിരുന്നു അവർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് സൂപ്പർ. എല്ലാ പെർഫോമൻസും എനിക്ക് ബെറ്റർ ആയിരുന്നു. ഒന്നിനേക്കാൾ മെച്ചമെന്ന് പറയുന്നത് പോലെ തന്നെയായിരുന്നു ഇതും. സൂപ്പറായിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു. എല്ലാവരുടെ ആ ഒരു ആക്റ്റീവ് അല്ലെങ്കിൽ ആ ഒരു എനർജിയാണ് ഇതിൽ കാണാമെന്നുള്ളത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാഫിൻ്റെ ഒരു ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ടെൻഷൻ ഉണ്ടായിരുന്നു, സ്റ്റേജിൽ പോയിട്ട് കളിക്കാൻ പറ്റുമോ, തെറ്റിപ്പോവോ സ്റ്റെപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു ടെൻഷനുള്ള ഒരു ഇതായിരുന്നു കേട്ടോ. പക്ഷേ സ്റ്റേജിൽ വന്നപ്പോഴത്തേക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റും. ഇത് നമ്മുടെ ഓണത്തിൻ്റെ ആ ഒരു പാട്ടാണ്, ഓണം മോഡ് ആ ഒരു സോങ്ങൊക്കെ കളിക്കുന്നതായിരുന്നു കേട്ടോ. ഇത് ഒരു 5-6 മിനിറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ കുറച്ച് ക്ലിപ്പിങ്സ് മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ഭയങ്കര ഒരു വൈബായിട്ടുള്ള ഡാൻസ് ആയിരുന്നു. എല്ലാ സ്റ്റാഫിൻ്റെയും ആ ഒരു യൂണിറ്റി അല്ലെങ്കിൽ ഡെഡിക്കേഷൻ എന്നൊക്കെ പറയത്തില്ല, എല്ലാ സ്റ്റാഫ് ഒരുമിച്ച് വന്നിട്ട് അങ്ങനെ കളിച്ച ഒരു ഇതായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു സോങ് ആയിരുന്നു ഇതെന്ന് പറയുന്നത്. ഏത് മോഡ്, ഓണം മോഡ്, ഏത് മോഡ്, അത്ത മോഡ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതാണ് കേട്ടോ. ഞാൻ ഭയങ്കര എൻജോയ്മെൻറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഡാൻസ് കളിക്കുന്നത്. ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു ഡാൻസ്. പിന്നെ ഈ ഒരു ഡാൻസ് പെർഫോമൻസ് കഴിഞ്ഞിട്ട് നേരെ പോയിട്ടുണ്ടായിരുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗിലെ സ്റ്റുഡൻറ്റിൻ്റെ ഒരു സോളോ സോങ് ആയിരുന്നു. ആ ഒരു സോളോ സോങ് കഴിഞ്ഞ് നേരെ പോയിട്ടുണ്ടായിരുന്നത് എംബഡഡിലെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ സോളോ ഡാൻസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഓണത്തിൽ നമ്മൾ അത്തപ്പൂക്കളം കണ്ടു, അല്ലെങ്കിൽ തിരുവാതിര കണ്ടു, മാവേലി കണ്ടു. സോ അടുത്ത് മോസ്റ്റ് വെയിറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇതാണ് വടംവലി എന്ന് പറയുന്നത് അല്ലേ. ഞങ്ങൾക്ക് അവിടെ 4 ഡിപ്പാർട്ട്മെൻറ്റാണ് ഉള്ളത്. ഓട്ടോമേഷൻ, എംബഡഡ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, IT ആണ് 4 ഡിപ്പാർട്ട്മെൻറ്റ്സാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ വടംവലിയുടെ ടീമെന്ന് പറയുന്നത് DM-ഉം IT-യും തമ്മിലായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു DM-ഉം IT-യും അത് കഴിഞ്ഞ് നേരെ ഓട്ടോമേഷൻ, എംബഡഡ്, ഇതിൽ വിജയിച്ചിട്ടുണ്ടായിരുന്ന DM ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു. ആ ഒരു DM ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോർഡിനേറ്റർ ഞാനായിരുന്നു. സോ ആ ഒരു പ്രൈസ് ഞങ്ങൾക്ക് വാഴക്കുലയായിട്ട് കിട്ടിയ ആ ഒരു മൊമെൻ്റാണ് കേട്ടോ. ഇത് ഭയങ്കര ഹാപ്പി മൊമെൻ്റായിരുന്നു. സോ ഞങ്ങൾ വടംവലി അതിൻ്റെ പ്രൈസ് കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് സ്റ്റുഡൻസിന് വേണ്ടി ഒരുക്കിയതായിരുന്നു. എല്ലാത്തിൻ്റെ ഒരു ലാസ്റ്റ് ഒരു കലാശക്കൊട്ട് ഉണ്ടാവുമല്ലോ. സോ ഒരു കലാശക്കൊട്ടായിരുന്നു ഈ ഒരു DJ പെർഫോമൻസ് എന്ന് പറയുന്നത്. ഇത് എല്ലാ സ്റ്റുഡൻസും നല്ല രീതിക്ക് എൻജോയ്മെൻറ്റ് ചെയ്ത ഒരു ഇതായിരുന്നു കേട്ടോ. ഭയങ്കര രീതിക്ക് എൻജോയ്മെൻറ്റ് ചെയ്തു. കാരണം ഞങ്ങൾ ഫീഡ്ബാക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റുഡൻസിൻ്റെ ആ ഒരു ഫീഡ്ബാക്കിൽ നിന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം അവരില്ലെങ്കിൽ ഒരു കോളേജ് അല്ലെങ്കിൽ സ്കൂൾ ലെവൽ കഴിഞ്ഞ് നേരെ ഞങ്ങളവിടെ പഠിക്കാൻ വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അവർക്ക് ആ ഒരു വൈബ് അല്ലെങ്കിൽ ആ ഒരു മെമ്മറിയൊക്കെ തിരിച്ച് കിട്ടുന്ന ഒരു സംഭവമായിരുന്നു. സോ എല്ലാ സ്റ്റുഡൻസും നല്ല രീതിക്ക് എൻജോയ്മെൻറ്റ് ചെയ്ത ഒരു ഓണമായിരുന്നു ഇത്. കാരണം ഞാൻ ഇത് പറയാൻ കാരണം ഞാൻ സ്റ്റുഡൻസിൻ്റെ ഫീഡ്ബാക്ക് എടുത്തതുകൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് പോകുന്നതാണ് ആ ഇടയ്ക്ക് വന്നത് കേട്ടോ. കാരണം അത്രയ്ക്ക് ഭയങ്കര ഒരു വൈബും എനർജിയും ഒക്കെ എല്ലാ സ്റ്റുഡൻസിനും ഉണ്ടായിരുന്നു. സോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും. ടേക്ക് കെയർ, ബൈ.